ഫുട്ബോൾ ലോകം ഈ മാസം മുതൽ പുതിയൊരു ടൂർണമെന്റ് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ എല്ലാ 4 വർഷം കൂടുമ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടത്താറുണ്ട്. ലോകമൊട്ടാകെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു ടൂർണമെന്റാണ് ഫിഫ വേൾഡ് കപ്പ്. നമ്മുടെ ഇന്ത്യയിലും അതിന്റെ പ്രതിധ്വനികൾ അലയടിക്കാറുണ്ട്. എന്നാൽ ക്ലബ്ബ് ലോകകപ്പ് കഴിഞ്ഞ 2000 മുതൽ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ നാട്ടിലെങ്ങും അത്ര പ്രചാരത്തിലുള്ള ഒരു ടൂർണമെന്റ് അല്ല. ഫുട്ബോളിൽ നാഷണൽ ടീമിന് കിട്ടുന്ന സപ്പോർട്ടൊന്നും ക്ലബ്ബ് ടീമുകൾക്ക് സാധാരണ കിട്ടാറില്ല. പൊതുവെ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ടൂർണമെന്റായി മാറുകയാണ് ക്ലബ്ബ് കളികൾ. ഓരോ രാജ്യത്തെയും പ്രീമിയർ ലീഗ് മത്സരങ്ങളും ഫുട്ബോളിനെ ഒത്തിരി സ്നേഹിക്കുന്നവർ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. എന്നാൽ നാഷണൽ ടീം മത്സരങ്ങൾ വരുമ്പോൾ കേരളവും ഇന്ത്യയടക്കം എല്ലാ ജനങ്ങളും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു ടൂർണമെന്റാണ് നാഷണൽ ഫുട്ബോൾ ടീമിന്റെ ഫിഫ വേൾഡ് കപ്പ്. അതേ ഫോർമാറ്റിൽ തന്നെ ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി അരങ്ങേറുകയാണ്. ജൂൺ 15 മുതൽ ജൂലൈ 13 വരെയാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നീണ്ടു നിൽക്കുന്നത്. ഫിഫ നാഷണൽ ടീമിന്റെ വേൾഡ് കപ്പ് പോലെ തന്നെ ഒരു മാസം കൊണ്ട് തന്നെയാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത്. അതിനാൽ തന്നെ അതിന്റെ ആവേശം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഫിഫ പ്രതീക്ഷിക്കുന്നത്. ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫോർമാറ്റ് എങ്ങനെയെന്നും ഏതൊക്കെ ടീമുകൾക്കാണ് യോഗ്യത ലഭിച്ചതെന്നും നമുക്ക് നോക്കാം. ഫിഫ ലോകകപ്പ് പോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പും ഓരോ ഭൂഖണ്ഡങ്ങളും ഓരോ ഫെഡറേഷനും തിരിച്ചാണ് സ്ലോട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്. യൂറോപ്പിന് പതിവ് പോലെ തന്നെ കൂടുതൽ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകൾ മാറ്റിയിരിക്കുന്ന യൂറോപ്യൻ ഫുട്ബോളിൽ നിന്നും 12 ടീമുകൾക്കാണ് സ്ലോട്ട് ലഭിച്ചിരിക്കുന്നത്. സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകളിൽ നിന്നും 6 ടീമുകൾക്കും ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക സൈഡിൽ നിന്നും 4 ടീമുകൾക്കും ഓഷ്യാന ഫെഡറേഷനിൽ നിന്നും 1 ടീമും ടൂർണമെന്റ് നടത്തുന്ന ഹോസ്റ്റ് ടീമിൽ നിന്നും 1 ടീമിനുമാണ് അവസരം ലഭിക്കുന്നത്. അങ്ങനെ ആകെ 32 ടീമുകളാണ് മാറ്റിവെക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓരോ ഭൂഖണ്ഡങ്ങളും അതാത് ഫെഡറേഷന്റെ കീഴിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ 4 വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾക്കാണ് പ്രഥമ പരിഗണന ലഭിക്കുക. അതിനുശേഷം ക്ലബ് റാങ്കിംഗ് അനുസരിച്ച് ഓരോ ഫെഡറേഷനും ടീമുകളെ സെലക്ട് ചെയ്യും. ആദ്യമേ തന്നെ യൂറോപ്യൻ ലീഗിലെ ടീമുകളെ പരിചയപ്പെടാം. 2020-21 ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ ചെൽസി, 21-22 ജേതാക്കളായ റിയൽ മാഡ്രിഡ്, 22-23 ജേതാക്കളായ മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരാണ് ആദ്യമായി സ്ലോട്ടിൽ ഇടം പിടിച്ചത്. ഇംഗ്ലണ്ടിൽ നിന്ന് ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും യോഗ്യത നേടിയതുകൊണ്ട് തന്നെ ലിവർപൂളിന് സ്ഥാനം നഷ്ടമായി. ഒരു പ്രീമിയർ ലീഗിൽ നിന്നും 2 ക്ലബ്ബുകൾക്കാണ് അവസരം ലഭിക്കുക. അതുപോലെ തന്നെ സ്പെയിനിൽ നിന്നും അത്ലറ്റിക്കോ മാഡ്രിഡ് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ബാഴ്സലോണയ്ക്ക് അവസരം നഷ്ടമായി. ഓൾറെഡി യുവേഫ ചാമ്പ്യൻസ് ലീഗ് നേടിയ റിയൽ മാഡ്രിഡ് കൂടി ഉള്ളതുകൊണ്ട് റിയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡുമാണ് സ്പെയിനിനെ പ്രതിനിധീകരിക്കുന്നത്. ഇംഗ്ലണ്ടിനായി മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും. ജർമ്മനിയിൽ നിന്നും ബയേൺ മ്യൂണിക്കും ബൊറൂസിയ ഡോർട്ട്മുണ്ടും, ഇറ്റലിയിൽ നിന്നും ഇന്റർ മിലാനും ജുവന്റസും, ഫ്രാൻസിൽ നിന്നും പാരീസ് സെയിന്റ് ജർമനും, പോർച്ചുഗലിൽ നിന്നും FC പോർട്ടോയും ബെനിഫിക്കയും, ഓസ്ട്രിയൻ ക്ലബ്ബായ റെഡ് ബുൾ സാൾസ്ബർഗുമാണ് മറ്റു റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ടീമുകൾ. അടുത്തതായി തെക്കേ അമേരിക്കയിൽ നിന്നുള്ള 6 ടീമുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അവിടുത്തെ ടൂർണമെന്റായ കോപ്പ ലിബർട്ടേഴ്സ് ചാമ്പ്യന്മാരാണ് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ 4 ടീമുകൾ പാൽമറസ്, ഫ്ലമെങ്കോ, ഫ്ലുമെൻസോ, ബോട്ട്ഫെഗോ എന്നിവരാണ്. തുടർന്ന് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ബോക്ക ജൂനിയേഴ്സും റിവർ പ്ലേറ്റും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അടുത്തതായി ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിലെ 4 ടീമുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഏഷ്യയിലെ AFC ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. അൽ ഹിലാൽ, ഉർവ റെഡ് ഡയമണ്ട്സ്, അൽ അയിൻ, ഉൽസാൻ HD എന്നിവരാണ് ഏഷ്യൻ ടീമുകൾ. അൽ അഹ്ലി, വൈദാദ് FC, എസ്പെറൻസോ ഡി ട്യൂനിസ്, മുഹമ്മദി ഡെ സൺഡൗൺസ് എന്നിവരാണ് ആഫ്രിക്കൻ ടീമുകൾ. മോണ്ടററി, സീറ്റിൽ സൗണ്ടേഴ്സ് FC, പൗച്ച്വ, ലോസ് ഏഞ്ചൽസ് FC എന്നിവരാണ് നോർത്ത് അമേരിക്കൻ ടീമുകൾ. ഓഷ്യൻ ഫെഡറേഷനിൽ നിന്നും OFC ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ ഓക്ലാൻഡ് സിറ്റിയും തിരഞ്ഞെടുക്കപ്പെട്ടു. പതിവ് പോലെ തന്നെ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിന് ഒരു ടീമിനെ മത്സരിപ്പിക്കാനുള്ള സ്ലോട്ട് ഒഴിച്ചിടാറുണ്ട്. ഇത്തവണ അമേരിക്കയിൽ ടൂർണമെന്റ് നടക്കുന്നതിനാൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു ക്ലബിന് അതിന് അവസരം ലഭിച്ചു. അതിനായി കഴിഞ്ഞ വർഷത്തെ MLS സപ്പോർട്ട് ഷീൽഡ് ജേതാക്കളായ ഇന്റർ മയാമിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ 32 ടീമുകളെ 8 ഗ്രൂപ്പുകളായി തിരിക്കുകയും പതിവ് വേൾഡ് കപ്പ് പോലെ തന്നെ ആദ്യ റൗണ്ടിൽ ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർ പ്രീ ക്വാർട്ടറിലേക്ക് കിടക്കുകയും ചെയ്യും. പ്രീ ക്വാർട്ടർ മുതൽ നോക്കൌട്ട് മത്സരങ്ങളായിരിക്കും. പിന്നീട് ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ. ജൂലൈ 13 രാത്രിയാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത്. ജൂൺ 15 ഇന്റർ മയാമിയുടെ മത്സരത്തോടെയാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നതോടെ കൂടുതൽ കാണികൾ ക്ലബ്ബ് മത്സരങ്ങൾ കാണുവാൻ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാശിയേറിയ ഒരു പോരാട്ടത്തിനായി നമുക്ക് കാത്തിരിക്കാം.